പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ രണ്ടാം ദിവസമാണ് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്ന് TP സെൻകുമാറിനെ മാറ്റിയത്. സർക്കാർ നടപടി ചോദ്യം ചെയ്ത് സെൻകുമാർ നൽകിയ ഹർജി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും ഹൈക്കോടതിയും തള്ളിയിരുന്നു. ഇതിനെതിരെ സെൻകുമാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ മദൻ ബി ലോക്കൂറും ദീപക് ഗുപ്തയും അടങ്ങിയ ബെഞ്ച് വിധി പ്രസ്താവിക്കുന്നത്. പുറ്റിങ്ങൽ ജിഷ കേസുകളുണ്ടായ വീഴ്ച മൂലം ജനങ്ങൾക്ക് പോലീസ് സേനയുടെ അവമതിപ്പുണ്ടായെന്നും ഇതാണ് DGP സ്ഥാനത്ത് നിന്ന് സെൻകുമാറിനെ മാറ്റാൻ കാരണമെന്നുമാണ് സർക്കാർ വാദം. എന്നാൽ പ്രകാശ് സിംഗ് കേസിലെ സുപ്രീം കോടതി വിധി പ്രകാരം DGP പദവിയിൽ 2 വർഷം തുടരാൻ തനിക്ക് അർഹതയുണ്ടെന്നാണ് സെൻകുമാറിന്റെ നിലപാട്. പ്രകാശ് സിംഗ് വിധിക്ക് ശേഷം പോലീസ് നിയമത്തിൽ 2011 കൊണ്ടുവന്ന ഭേദഗതി പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തന്നെ മാറ്റിയതെന്ന് സെൻകുമാർ വാദിച്ചിരുന്നു. സെൻകുമാർ നൽകിയ ഹർജിയിൽ വിധി വരാനിരിക്കെ പ്രധാനമായും 3 സാധ്യതകളാണ് നിയമവിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത്. DGPമാർക്ക് 2 വർഷത്തെ കാലയളവ് നിശ്ചയിച്ച പ്രകാശ് സിംഗ് കേസിലെ സുപ്രീം കോടതി വിധി പ്രകാരം സർക്കാർ തീരുമാനം കോടതിക്ക് റദ്ദാക്കാം. അങ്ങനെയെങ്കിൽ സെൻകുമാറിന് വീണ്ടും പോലീസ് തലപ്പത്തേക്ക് വഴിയൊരുങ്ങും. ജൂണിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന സെൻകുമാറിന് സുപ്രീം കോടതി സർവീസ് കാലാവധി നീട്ടി നൽകുമോ എന്ന കാര്യവും പ്രസക്തമാണ്. ജിഷ പുറ്റിങ്ങൽ കേസുകളിൽ സെൻകുമാർ കൈകാര്യം ചെയ്തതിലെ വീഴ്ച അംഗീകരിച്ച് സർക്കാർ നടപടി സുപ്രീം കോടതിക്ക് ശരിവയ്ക്കുകയാണ് രണ്ടാമത്തെ സാധ്യത. അങ്ങനെയെങ്കിൽ ലോക്നാഥ് ബെഹ്റ തന്നെ DGPയായി തുടരും. പോലീസ് ഹൗസിംഗ് ബോർഡിന്റെ ചെയർമാനായി സ്ഥലം മാറ്റപ്പെട്ട സെൻകുമാർ ജൂണിൽ സർവീസിൽ നിന്ന് വിരമിക്കും. DGP നിയമനത്തിനായി പുതിയ നടപടികൾ തുടങ്ങാൻ സർക്കാരിനോട് നിർദ്ദേശിക്കുകയാണ് മൂന്നാമത്തെ സാധ്യത. വിധി മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, പുറ്റിങ്ങൽ ജിഷ കേസുകളിൽ സെൻകുമാറിനെതിരെ റിപ്പോർട്ട് നൽകിയ മുൻ ആഭ്യന്തര സെക്രട്ടറിയും നിലവിലെ ചീഫ് സെക്രട്ടറിയുമായ നളിനി നെറ്റോയ്ക്കും നിർണായകമാണ്. നളിനി നെറ്റോ ഫയലിൽ കൃത്രിമം കാണിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ സെൻകുമാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ബി ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി.